വെൽക്കം ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. HSA ഇംഗ്ലീഷിന്റെ ക്വിസിൽ ബോക്സ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ക്വിസിൽ ബോക്സിലൂടെ HSA ഇംഗ്ലീഷ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആൻസേഴ്സ് കമന്റ് ചെയ്ത് സ്വന്തം നോളജ് ചെക്ക് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കുഞ്ഞു വീഡിയോസ് ആണ്, തുടക്കം മുതൽ അവസാനം വരെ കാണുക, അറിവ് നേടിയെടുക്കുക. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്വിസിൽ ബോക്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ ഒരു റിവേഴ്സ് മെത്തേഡിലൂടെയാണ് ഈ ചോദ്യങ്ങളൊക്കെ നേരിടാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഈ ഒരു പേഴ്സണാലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ ഒരു പേഴ്സണാലിറ്റി ആരാണ് എന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ബോറിംഗ് ആയിട്ട് തോന്നില്ല, നിങ്ങളും ചിന്തിക്കും, കൂടാതെ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഹെർ നോവൽ ദ വെജിറ്റേറിയൻ, ഈ ഒരു റൈറ്ററിന്റെ നോവൽ ദ വെജിറ്റേറിയൻ, ഇറ്റ് ബിക്കെയിം ദി ഫസ്റ്റ് കൊറിയൻ ലാംഗ്വേജ് നോവൽ ടു വിൻ ദി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഫോർ ഫിക്ഷൻ ഇൻ 2016. Third novel, ഈ ഒരു റൈറ്ററിന്റെ third novel, The White Book, it was shortlisted for the 2018 International Booker Prize. ഇപ്പൊ 2016 വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആ ഒരു കൊറിയൻ ലാംഗ്വേജ് നോവലിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നു. അഗെയിൻ ഇൻ 2018 അവരുടെ തന്നെ ദി വൈറ്റ് ബുക്ക് എന്ന് പറയുന്ന നോവൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്. Then in 2018 she became the fifth writer chosen to contribute to the Future Library Project. എന്റെ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഈ ഫ്യൂച്ചർ ലൈബ്രറി പ്രൊജക്ട് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നവരാണ്. നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ഫ്യൂച്ചർ ലൈബ്രറി പ്രൊജക്റ്റില് നമ്മുടെ HSA ഇംഗ്ലീഷ് സിലബസിൽ നിന്നും ഒരു റൈറ്റർ ഉണ്ട്. ആ റൈറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂച്ചർ ലൈബ്രറി പ്രൊജക്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില് അഞ്ചാമത്തെ വ്യക്തിയാണ് ഈ ഒരു പേഴ്സണാലിറ്റി. മറ്റ് 4 പേരില് ഒരാള് നമ്മളുടെ HSA ഇംഗ്ലീഷ് സിലബസിലുള്ള ഒരു റൈറ്റർ ആണ്. എലീഫ് ഷഫാഖ്, സർ ജോൺ ഡേവിഡ് മിച്ചൽ, പിന്നെ ഒരു വ്യക്തി കൂടിയുണ്ട്. അതാരാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. ആൻഡ് ഈ ഒരു പേഴ്സണാലിറ്റി is the first Korean writer and the first female Asian writer to be awarded the Nobel Prize in Literature. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവണം. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സൗത്ത് കൊറിയൻ ബോൺ ഹാൻ ക്യാങ്ങിന്റെ പേര് വന്നിട്ടുണ്ടാവണം അല്ലെ? ഹാൻ ക്യാങ് പേരെന്താണ്? ഈ ഒരു പേഴ്സണാലിറ്റിയുടെ പേരാണ് ഹാൻ ക്യാങ്. മറക്കാതിരിക്കുക. ഉറപ്പായിട്ടും ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഹാൻ ക്യാങ് ആണ്. ഹാൻ ക്യാങ്, ഷി വാസ് ബോൺ ഇൻ സൗത്ത് കൊറിയ. ഇവർക്ക് ഈ ഒരു സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ടാണ് നൊബേൽ പ്രൈസ് ഇവിടെ കൊടുക്കുന്നത്. ഫോർ ഹെർ ഇന്റൻസ് poetic prose that confronts historical traumas and exposes the fragility of human life എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് അവർക്ക് അവാർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഉറപ്പായിട്ടും ഒരു ചോദ്യമായിട്ട് HSA ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പിക്ചർ നിങ്ങൾക്ക് ആ ഒരു വർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിലോട്ട് കടക്കാം. ഓൺ April 17, 2025, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അല്ലേ? UNESCO has recognized India's intellectual heritage by including the Bhagavad Gita manuscripts and dash in its prestigious Memory of the World Register. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയുടെ ഇന്റലക്ച്വൽ ഹെറിറ്റേജിന്റെ ഭാഗമായിട്ട് ഭഗവത്ഗീത മാനുസ്ക്രിപ്റ്റ്സും അതുപോലെ തന്നെ മറ്റൊരു വർക്കും ഇൻക്ലൂഡ് ചെയ്തു. April 17, 2025 ഒരു കറണ്ട് അഫെയർ ആണ് അല്ലേ? അപ്പോൾ വിത്ത് ദീസ് എഡിഷൻ ഇന്ത്യയുടെ 14 ഡോക്യുമെന്ററി ഹെറിറ്റേജ് ഈ ഒരു പ്രസ്റ്റീജിയസ് ലിസ്റ്റിന്റെ ഭാഗമാണ്. ഏത് ലിസ്റ്റിന്റെയാണ്? മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ, യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിന്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ആ രണ്ടാമത്തെ വർക്ക്
ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഭഗവത്ഗീത മാനുസ്ക്രിപ്റ്റ്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വർക്കിന് ഒരു ക്ലൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമന്റ് ചെയ്യൂ, നോക്കട്ടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നത്. ഇനി ഈ ഒരു അവാർഡിന്, ഈ ഒരു പ്രസ്റ്റീജിയസ് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992. മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ പ്രോഗ്രാം, MOW എന്ന രീതിയിൽ ഷോർട്ട് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതിന്റെ എയിം എന്ന് പറയുന്നത് ടു പ്രിസർവ് ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു ഡോക്യുമെന്ററി ഹെറിറ്റേജ് ഓഫ് ഗ്ലോബൽ സിഗ്നിഫിക്കൻസ്. അതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വർക്ക് ഏതാണ്? ഇവിടെ നിങ്ങൾക്ക് നടരാജ വിഗ്രഹത്തിന്റെ ആ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം അല്ലേ? നാട്യം, നാട്യശാസ്ത്ര, ഭരതമുനിയുടെ നാട്യശാസ്ത്രയാണ് ഭഗവത്ഗീത മാനുസ്ക്രിപ്റ്റ്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട വർക്ക്. നാട്യശാസ്ത്ര ഭഗവത്ഗീതയുടെ കൂടെ MOW എന്ന് പറയുന്നത് മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. ഭരതമുനിയുടെ നാട്യശാസ്ത്ര. അടുത്ത ചോദ്യം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ഒരു അവാർഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ അവാർഡുമായിട്ട് നമ്മുടെ HSC ഇംഗ്ലീഷ് സിലബസിന് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്. The award was created in honor of the famous writer Harold Pinter. ഹാരോൾഡ് പിന്ററിന്റെ ഓർമ്മയ്ക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അവാർഡാണ്. It is awarded to a writer of outstanding literary merit who casts an unflinching, unswerving gaze upon the world. അതായത് അചഞ്ചലമായിട്ടുള്ള ആ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ള റൈറ്റേഴ്സിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഹാരോൾഡ് പിന്ററിന്റെ ഓർമ്മയ്ക്കായിട്ട് 2009 ഈ ഒരു പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കൊടുക്കാൻ തുടങ്ങുന്നത്. ഇതിന്റെ പാസ്റ്റ് വിന്നേഴ്സ് എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദി, അതുപോലെ തന്നെ നമ്മുടെ HSC ഇംഗ്ലീഷിലെ മാർഗരറ്റ് ആറ്റ്വുഡ് ആൻഡ് ടോം സ്റ്റോപ്പാർഡ് ഒക്കെയാണ്. ഇനി ഇതൊരു കറണ്ട് അഫെയർ ആയി മാറുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ 2024 ഈ അവാർഡ് നമ്മുടെ അരുന്ധതി റോയ്ക്കും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അവാർഡ് ഏതാണ് എന്ന് പറയാവോ? ഏതായിരിക്കും ഈ അവാർഡ്? പെൻ പിന്റർ പ്രൈസ് ആണ്. പെൻ പിന്റർ പ്രൈസ്. പിന്റർ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പെൻ പിന്റർ പ്രൈസ് എന്നാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്. ഹാരോൾഡ് പിന്ററിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെൻ പിന്റർ എന്ന പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദി ബ്രിട്ടീഷ് ബുക്ക് അവാർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ദി ബ്രിട്ടീഷ് ബുക്ക് അവാർഡ്സിനെ സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്നത് ദി നിബ്ബീസ് എന്നാണ്. നിബ്ബീസ്. അപ്പോൾ ഈ നിബ്ബീസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്രൈസസ് ആണ്. ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഓഥേഴ്സിന് കൊടുക്കാറുണ്ട്, ഇലസ്ട്രേറ്റേഴ്സിന് കൊടുക്കാറുണ്ട്, ബുക്ക് ഇൻഡസ്ട്രി പ്രൊഫഷണൽസ്, റൺ ബൈ ദി പബ്ലിഷിംഗ് ട്രേഡ് മാഗസിൻ ബുക്സ്, ദി ബുക്ക് സെല്ലർ, ഇവർക്കും കൊടുക്കാറുണ്ട്. ഇനി ദി ബ്രിട്ടീഷ് ബുക്ക് അവാർഡ്സ്, ദി 35th ബ്രിട്ടീഷ് ബുക്ക് അവാർഡ്സ് 2025 കൊടുത്തു. അത് ലേറ്റസ്റ്റ് ആയിട്ടാണ്, മെയ് 12 അത് കൊടുത്തത്. മെയ് 12, 2025 അത് കൊടുത്തത്. നമ്മുടെ HSC ഇംഗ്ലീഷിന്റെ സിലബസിലുള്ള ഒരു റൈറ്ററിന് അത് കിട്ടിയിട്ടുണ്ട്. അതിലെ സ്പെഷ്യൽ അവാർഡ്, ഒരു സ്പെഷ്യൽ അവാർഡാണ് ഫ്രീഡം ടു പബ്ലിഷ് അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീഡം ടു പബ്ലിഷ് അവാർഡ്. ഈ അവാർഡ് കിട്ടിയത് ആർക്കാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ അവാർഡ് ആർക്കാണ് കൊടുക്കുന്നത്? ആക്ച്വലി ഇറ്റ് ഓണേഴ്സ് എ പേഴ്സൺ who has gone above and beyond in terms of promoting reading and free expression. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവണം. അത് മറ്റാരുമല്ല, നമ്മളുടെ മാർഗരറ്റ് ആറ്റ്വുഡ് ആണ്. മാർഗരറ്റ് ആറ്റ്വുഡിനാണ് ഈ അവാർഡ് മെയ് 12 2025 ലഭിച്ചത്. ദി 35th ബ്രിട്ടീഷ് ബുക്ക് അവാർഡ്സ്. ഈ ഒരു പിക്ചറിൽ കാണുന്ന ഈ റൈറ്ററിനെ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ എന്ന് നോക്കൂ. ഇവരെ കണ്ടിട്ട് വെർജീനിയ വോൾഫിന്റെ ഒരു ലുക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ബോക്സിൽ പറയണം കേട്ടോ.
അതെ, തോന്നുന്നുണ്ടാവും അല്ലെ, വെർജീനിയ വൂൾഫിന്റെ പിക്ചറുമായിട്ട് വളരെ സാമ്യം ഈ ഒരു റൈറ്ററിന്റെ പിക്ചറിനുണ്ട്. പക്ഷെ ഇത് വെർജീനിയ വൂൾഫ് അല്ല. ഇവരുടെ റൈറ്റിംഗ്സും വെർജീനിയ വൂൾഫിന്റെ റൈറ്റിംഗ്സും ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. She is an English novelist and she won the 2024 Booker Prize. 2024 Booker Prize ഏത് വർക്കിനാണ് കിട്ടിയത് എന്നും ചോദിക്കാം. ഓർബിറ്റൽ, മറക്കാതിരിക്കുക, ഓർബിറ്റൽ എന്ന് പറയുന്ന വർക്കിനാണ്. ഓർബിറ്റൽ. The book is a unique exploration of life at International Space Station. അപ്പോൾ ഓർബിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്പേസുമായിട്ടൊരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ, സയൻസ് ഫിക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അങ്ങനെയെങ്കിൽ ഇത് ആരാണ്? സമാന്ത ഹാർവേ. സമാന്ത ഹാർവേ ആണ് ഈ പിക്ചറിൽ കാണുന്ന പേഴ്സണാലിറ്റി. 2024 ബുക്കർ പ്രൈസ് ഫോർ ഹർ നോവൽ ഓർബിറ്റൽ ലഭിച്ചത് ഈ റൈറ്ററിനാണ്. HSC ഇംഗ്ലീഷിന്റെ ഹൈബ്രിഡ് റിവിഷൻ ബാച്ച് 2, ആദ്യത്തെ ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 120 അവേഴ്സിന്റെ ലൈവ് MCQ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ചോദ്യങ്ങൾ മാത്രമല്ല, വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളിലൂടെ നമ്മുടെ സ്റ്റുഡൻസ് കടന്നു പോകുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ ബ്രേക്ക് ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഈ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഓഫർ പ്രൈസിൽ നമ്മുടെ റിവിഷൻ ബാച്ച് 2 ഓപ്പൺ ആണ്. പെർഫെക്ഷനിലോട്ട് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരായിരിക്കും. പക്ഷെ അതിനൊരു പെർഫെക്ഷനിലോട്ട്, അതാണ് പ്രിപ്പറേഷൻ ടു പെർഫെക്ഷൻ എന്നുള്ളൊരു തീമിലാണ് നമ്മൾ ഈ ഒരു 2nd റിവിഷൻ ബാച്ച്, അതൊരു ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. HSC ഇംഗ്ലീഷിന് ഇപ്പോൾ ദിവസങ്ങൾ കുറവാണല്ലോ. അപ്പോൾ പ്രിപ്പറേഷൻ ടു പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു തീമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. 15,000 MCQs. എല്ലാവർക്കും സംശയമുണ്ട് ഇത്രയും MCQs എവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന്. ഞങ്ങളുടെ ആപ്പിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മൾ അതിന്റെ അടുത്തെത്തി കഴിഞ്ഞു. 120+ അവേഴ്സ് MCQ ഡിസ്കഷൻ, ഓരോ ടോപ്പിക് വൈസ് ഒക്കെയാണ് നമ്മൾ 1 hour ഒക്കെ എടുത്തിട്ട് ഓരോ ടോപ്പിക്ക് 40ഓളം ചോദ്യങ്ങൾ, അതിൽ കാഷ്വൽ ആയിട്ട് വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലൈവ് സെഷൻസ് ഒന്നും അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ചോദ്യങ്ങളാണ്, അറിവാണ് നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. 120 അവേഴ്സ് MCQ ഡിസ്കഷൻ നമ്മളുടെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ ഭാഗമാകാനായിട്ട് ഈ ഒരു ചെറിയ പ്രൈസിൽ ഒരു റാങ്ക് ഫയൽ മേടിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. റാങ്ക് ഫയലിലൊക്കെ 10-20 ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ റാങ്ക് ഫയലിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സും കൊണ്ടുപോകാനായിട്ട് പറ്റും. HSC ഇംഗ്ലീഷിൽ ഉന്നത വിജയം നേടാനായിട്ട് നിങ്ങൾക്കും ഈ ഒരു കോഴ്സിന്റെ ഭാഗം ആകാം. ഈ ഒരു നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ HSC ബേസ് ചെയ്തിട്ടുള്ള ബാക്കി അപ്ഡേഷൻസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ആയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്യൂസിൽ ബോക്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.